എന്റെ അമ്മേ. എടാ ശിവ, നന്നായിട്ട് തേക്കണം കേട്ടാ, ഒരു കൊല്ലത്തെ ചെളി കാണും. സമാധാനപ്പെടില്ലാട്ടാ. എടാ ചൊക്ക വെള്ളം എടുക്കടാ. സാറുവരെ ഇനിയും സമയം എടുക്കൂടാ. ചേട്ടനെ 2 വീശാൻ സമയായി. നീ പതുക്കെ കഴിയാൻ പറ്റും ശിവ. എടാ മുത്തു, നീ വലിയ ആളാവണ്ട. ഈ കൊട്ടേഷൻ ഒപ്പിക്കാൻ ഞാൻ പെട്ടപാടെ എനിക്കേ അറിയൂ. സാറ് വരുന്നതിന് മുമ്പ് പണി തീർന്നില്ലെങ്കിൽ കാശിന്റെ കാര്യം ഞാനേക്കൂല. ചേട്ടാ, ഞങ്ങൾ ഈ പണി തീർക്കണോ ഇറങ്ങണോ? ഡാ നീ ഉടക്കാൻ നിക്കല്ലേ. പിന്നെ കാക്കത്ത് കെട്ടത്തിന്റെ പാടൊന്നും കാണല്ലേ. ചക്രാണേട്ടാ, ചെളിയെല്ലാം പോയി. ഇത് അവസാനത്തെ കഴുകല, ഞങ്ങള് നിർത്തി. ചക്രാണേട്ടാ, നമുക്ക് ആ പുരുഷേട്ടനൊന്ന് കൊളിപ്പിച്ചെടുത്താലോ? എങ്കിൽ ഒഴിയടാ ഒരു ബക്കറ്റ് വെള്ളം. ഇതിലൊന്നും നിക്കത്തില്ലടാ. ഡ്രൈ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടി വരും. ഇവൻ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം കുളിച്ചിട്ടില്ല. ആ ഹലോ, നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ എത്താം. ആ രാവിലെ വലിയ മടുപ്പാ. നാളെ ഗാന്ധി ജയന്തി അല്ലേ, ഇവിടെ അല്പം തിരക്കുണ്ട്. ആ ഒരു മിനിറ്റ് ഡേയ്, നാളെ ഒരു ദിവസത്തെ പരിപാടിയല്ലേ, ഇത്രയും വൃത്തിയാക്കിയതൊക്കെ മതി. ഹലോ, ആ ഇവിടെ ഒരല്പം പണി നടക്കുക. ഇനാഗ്രേഷൻ മുഖ്യമന്ത്രി തന്നെയാ. ആ അങ്ങേരുടെ സ്വഭാവം അറിയാലോ. ഇവിടെ എങ്ങാനും വല്ല പപ്പും പൂടയും കണ്ടാ മതി, ഞാൻ പിന്നെ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ആ ശരി ശരി, ആ ഞാൻ എത്താൻ നോക്കാം, നിങ്ങൾ തുടങ്ങിക്കോ. ആ വേഗം കഴിയിട്ടറടാ. സോറി സാറേ, പിള്ളേരല്ലേ. ആ പിന്നെ എന്തായി? ഒരു കൊല്ലത്തെ ചെളിയല്ലേ സാറേ, പിള്ളേര് കുറെ പാടുപെട്ടുട്ടാ. താൻ പാടുപെട്ടില്ലല്ലോ. ഇത് പോരെ സാറേ? പോരെ, പേഴ്സണോ? 1/2 മണിക്കൂർ നേരത്തെ പണി, താനാണ് കൊള്ളാലോ. പറഞ്ഞ സമയത്ത് പണി തീർത്ത് തന്നില്ലേ സാറേ? പിള്ളേർക്ക് കൊടുത്ത് എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ സാറേ? ആ അതൊക്കെ മതി. ഇച്ചതണ്ടി. എടാ 2 ഗാന്ധി കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഒരു ഗാന്ധി നിങ്ങൾക്ക്, ഒരു ഗാന്ധി എനിക്ക്. അപ്പ മുത്തുവിനാര് ഗാന്ധി കൊടുക്കും? എടാ നിങ്ങൾ 3 പേര് ഷെയർ ഇട്ടെടുക്ക്. പണിയെടുക്കാൻ ഞങ്ങളും കാശ് അടിക്കാൻ ചേട്ടനും. എടാ പണി ഏത് പോലീസുകാരനും ചെയ്യാം, കൊട്ടേഷൻ നിങ്ങൾ പിടിക്കുക. കൊട്ടേഷൻ വേണേ ഞങ്ങളും പിടിക്കും. എടാ നിക്കടാ പിള്ളേരെ, നമുക്ക് അഡ്ജസ്റ്റ് ആക്കാന്നേ. ആ അങ്ങനെ വഴിക്ക് വാ. ആ ചില്ലറയാണല്ലേ, ഞങ്ങക്ക് വേണ്ട. ചേട്ടൻ നോട്ടിട്. മുത്തൂനൊരു പാർലമെന്റ്. എന്നാലേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഒരു ഓട്ടോ വിളിച്ചിട്ട് വരാം. ജയ് ഹിന്ദ്. എടി രമേ നിക്കടി, ഞാനും വരണേ. ചക്രവാണി ചേട്ടൻ പതുക്കെ വന്നാ മതി, ഓഫീസിലൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. ഓ രാവിലെ തന്നെ സ്വൈരം തരൂല്ലോ. ആ പൊട്ട പെട്ടിയൊന്നും അടച്ചു വെച്ചതല്ലേ. നിന്റെ പറമ്പിലാണോടാ എന്റെ കടയിൽ ഇരിക്കണത്? നീ വേറെ എവിടെങ്കിലും പോയി പഠിക്കണം. ഓ ഈ തള്ളയോടൊന്നും പറയാനും പറ്റില്ലല്ലോ. ഓ ചേട്ടാ ഒന്ന് പെട്ടെന്ന് തീർക്കാം, എനിക്ക് പണിക്ക് പോകാനാണെന്ന്. നിന്റെ കാര്യം നടക്കണമെങ്കിൽ നീ വേറെ വല്ലതിന്റെ അടുത്തും പോയി പഠിക്കും, നേരം കളയാണ്ട്. ഓ അലമ്പ്. ചേട്ടാ ഒന്ന് ഉടക്ക് നിർത്തിയിട്ട് ഒന്ന് പെട്ടെന്ന് തീർക്കുന്നുണ്ടോ? അവൻ ഒരാളെ കിട്ടിയ പിന്നെ 4 കാലല്ല. നീ പോടാ ചേർക്ക. തള്ളേ ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ലോ. ആ സ്കൂളിൽ മണി അടിച്ചടി, വെക്ക ഓടി പൊടി വേണേ. ശിവ എന്നെ കൂടി കൊണ്ടുപോടാ. അവനെ അങ്ങോട്ട് ചുമന്ന് മാറ്റടാ. വണ്ടി ഇറക്കണ ഹൈക്കോർട്ടില് പോണം. എവളോ പൈസ കൊടുത്താലും ഇവറ്റകൾക്ക് പോകാതെ. വിളയാട്ട് സാമിക്കിട്ട് വേണം. മലയാളി ചോറ് വാങ്ങണ. എനക്ക് വേണ്ട, നീ പോ. നിന്റെ ഒരു സാപ്പാട് പോടാ. ചേട്ടാ ഞാൻ പോണു. നീ എവിടെ നില്ലടാ? ചേട്ടന് ഒന്നടിക്കാനുള്ള ആളെ കിട്ടി. എനിക്ക് 2 ടിക്കറ്റ് കിട്ടില്ലെങ്കിലേ ഇന്ന് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പറ്റൂല. ഒന്നേ വഴിക്ക് അല്ലെങ്കിൽ വർത്താനം കുറെ നേരം അല്ല തുടങ്ങിയിട്ട്. ഈ 100 പഠിക്കാൻ കുറെ സമയം എടുത്തു. ചേട്ടന് തിരക്കാണ്, ചെയ്തതിന്റെ കാശ് എന്നിട്ട് പോയിക്കോ.
ആ ഷൺമുഖ ഇതൊന്നും നോക്കടാ. എന്താ ചേട്ടാ 2 നമ്പർ തെറ്റി. അടുത്ത തവണ ഉറപ്പാ. ഒരെണ്ണം കൂടെ എടുക്ക്. നിന്റെ ടിക്കറ്റ് എടുത്ത ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? ചേട്ടന്റെ തലവര പഠിക്കില്ല. അത് ഞാൻ വിചാരിച്ചാ മാറൂല. എനിക്ക് തോന്നുന്നു അവന്റെ ടിക്കറ്റ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നീ ഒറിജിനല്ല വഴിക. ഹലോ 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 അലമ്പ് ദിവസാണ്. ചില്ലറയുള്ള ഒരു ദണ്ഡിനെയും കാണുന്നില്ലല്ലോ. ഓടറാ പക്ഷി കഴിവ് കപ്പലോട്ടം വെച്ചത്. ഇരുന്ന് തൂറണവന്റെ തലയിൽ പറന്നു തൂറണ. ഇവിടെയാണ് മനുഷ്യൻ തോറ്റുപോണതപ്പാ. എടാ കലണ്ടറേ, ഇന്നെന്റെ സമയം ശരിയല്ല ഏട്ടാ. ഞാനൊരു റൗണ്ട് അടിച്ചിട്ട് വരാം. കുയില, എടാ പാണ്ടി, എവിടെടാ പലിശ? കുറെ നാളായിട്ട് നീ എന്നെ കളിപ്പിക്കണാണല്ലോ. ചേട്ടാ ഞാൻ അങ്ങോട്ട് വരാതിരിക്കണായിരുന്നു. ഓ, അങ്ങോട്ട് വരാനായിട്ട് നീ ഇവിടെ ഇരിക്കണായിരുന്നാ? ഇങ്ങനെയാണെങ്കിൽ നീ ഇവിടെ അധികം ഇരിക്കത്തില്ല. കാശട് കാശട്. ബാക്കി എവിടെടാ? കാര്യമായ പണിയൊന്നുമില്ല മച്ചു, അതുകൊണ്ടാ. എനിക്കും പണി കുറവാ. എനിക്കിട്ട് പണിയല്ല കേട്ടാ. 2 ദിവസം നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. ശരി ശരി, എന്നെ നീ ഇങ്ങോട്ട് വരുത്തല്ല കേട്ടാ. ആ എടാ, നിങ്ങ വന്ന നന്നായി. ഈ സ്ഥലം പോരടാ, ഒരു സാധനം തടയണില്ല കേട്ടാ. എന്തു പറ്റിയേട്ടാ? നിങ്ങ എന്നെ കച്ചേരിപ്പടി കൊണ്ടുപോയാക്ക്. ഇവിടത്തെ കസ്റ്റമേഴ്സ് ശരിയല്ല കേട്ടാ. വന്നോളൂ, നമുക്ക് എണിയായി. അള്ളേ, ഈ ഏരിയയില് കംപ്ലീറ്റ് തെണ്ടികളാണ് കേട്ടാ. ഓ, ഈ ലോകത്ത് തെണ്ടിയല്ലാത്ത ഓരോരാളേ ഉള്ളൂ. അതാര്? ചേട്ടൻ. കച്ചേരിപ്പടിയൊക്കെ നല്ല മറിയണ്ടേ വേട്ടാ. വെറുതെ തോന്നണാണ് മോനെ. നിങ്ങ എന്നെ കച്ചേരിപ്പടിയിലാക്കിയാ മതി. എന്റെ സുനിയപ്പൻ ചേട്ടാ, എത്ര പ്രാവശ്യം പറഞ്ഞു എന്റെ പുറകെ ഇങ്ങനെ നടക്കല്ലേന്ന്. എടി രമേ, നിന്റെ പുറകെ നടക്കാനും ആരെങ്കിലും വേണ്ടടി. എന്റെ ചേട്ടാ, എന്റെ കൂടെ നടക്കാനുള്ള ആളെ വീട്ടുകാര് നോക്കണ്ട്. ചേട്ടൻ വിഷമിക്കണ്ട. ഉവടി, അത് ഞാൻ എപ്പ പൊളിച്ചടുക്കി നോക്കിയാ മതി. അതിപ്പോ നടക്കും. ചേട്ടൻ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയൊന്നും പോരല്ലേ? ഓ നിന്റെ അമ്മ. എടി, ഞാൻ നിനക്കൊരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. എനിക്കിപ്പോ ഒരു ജോലി ഉണ്ട്. ഓ, നിന്റെ ഒരു ജോലി കരിമുഖം കൊണ്ടുള്ള ജോലിയല്ലേ? എടി, ഇത് ഹോട്ടലാ. AC എന്ന് പറഞ്ഞാ ഊട്ടി പോലിരിക്കും. 4 മാസം കൊണ്ട് നീ വെളുത്ത് തൊടുത്തിങ് പോരൂല്ലേ? ചേട്ടൻ വെറുതെ പുളു പഠിക്കില്ലേ? സുനി, എന്ത് പാർട്ടിയോ? ഇന്ത്യനോ ഫോറിനോ? ഹാ, എന്നാത്തൊരു ചിക്കലി അടയും. സമയത്തിന് ഞാൻ എത്തിയേക്കാം. രമേ, രമേ, എടി നീ എന്റെ ഒരു വില കേട്ടോടി. ഓവർ ടൈമിന് എന്നെ വിളിക്കണാണ്. ഞാൻ ബിസിയാ. പിന്നെ നിന്റെ ജോലിയുടെ കാര്യം ഞാൻ ഏറ്റി. പോയാലും വേണ്ടില്ല, എടുക്കുന്നത് മുഴുവൻ കുടിക്കും. നിന്റെ അച്ഛനാടി അച്ഛൻ കുടിച്ചു പറഞ്ഞ നേരത്തെ ഒന്നും പറയരുതെന്ന് ഞാൻ അമ്മയുടെ പറയണല്ലേ? നിങ്ങ എന്തിനാ പിടിക്കണേ? അവരെ അടിച്ചു തീർക്കണ്ടാ. ഇതിനൊക്കെ കാരണം. ഓ, അത് ശരി. ഏതപ്പം വന്നാലും അമ്മയ്ക്ക് കിടക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ മതി. പുഴ കത്തുമ്പോ വാഴ വെട്ടുന്നത് കാണാൻ നല്ല രസമാണല്ലേ? അയ്യോ